ശത്രുവിന് മുന്നിൽ കീഴടങ്ങില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. ദേശീയ ഐക്യം ഊട്ടിയുറപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. നിലവിലുള്ള സ്ഥിതിയും നിയന്ത്രണങ്ങളും യഥാർത്ഥ ബോധത്തോടുകൂടി ജനങ്ങൾ ഉൾക്കൊള്ളണമെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. MC നാസറുണ്ട് വിശദാംശങ്ങളുമായി. നാസർ, യുദ്ധത്തിന്റെ ഒരു സമവായം ഉണ്ടാകില്ല എന്നൊരു കാര്യങ്ങളിലേക്കാണോ പ്രസിഡന്റിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്? വിനീഷ്, അല്പം മുമ്പാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ശത്രുവുമായിട്ട് ഒരു നിലയ്ക്കും കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. പ്രഖ്യാപിത നിലപാടുകളിലുമായി തന്നെ ഇറാൻ നേതൃത്വം മുന്നോട്ട് പോകും. പക്ഷേ ഈ പ്രതിസന്ധി, ഈ യുദ്ധവും അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും വലിയ തോതിലുള്ള ആഭ്യന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കുന്നുണ്ട് എന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അക്കാര്യം ആ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കണം. ദേശീയ ഐക്യത്തിന് വിഘാതമാവുന്ന ഒരു നീക്കവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. നിലവിലുള്ള പ്രതിസന്ധിയെ ഒരുമിച്ച് വേണം തരണം ചെയ്യാൻ എന്ന ഒരു നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സൈനിക നേതൃത്വത്തിന്റെ മറ്റൊരു പ്രതികരണം വന്നിരിക്കുന്നു. ഇന്ന് കാലത്ത് പരമോന്നത ആത്മീയ നേതാവ് അയത്തുല്ല മുജ്തബ ഖാമനയുമായിട്ട് സൈനിക നേതൃത്വം കൂടിയാലോചന നടത്തിയിരുന്നു. ശത്രുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഏതൊരു അക്രമത്തെയും അതേസമയം തന്നെ അതിശക്തമായിട്ട് ചെറുക്കാനുള്ള നിർദ്ദേശമാണ് പരമോന്നത ആത്മീയ നേതാവ് സൈന്യത്തിന് നൽകിയതെന്നാണ് സൈനിക നേതൃത്വം അവകാശപ്പെടുന്നത്. ഇതുകൂടി ആയതോടുകൂടി ഒരുപക്ഷെ വിനീഷ സൂചിപ്പിച്ചതുപോലെ സ്ഥിതിഗതികൾ കുറെ കൂടി സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 14ന്റെ നിർദ്ദേശങ്ങൾ അമേരിക്ക നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതിന് ഇതുവരെയും ഇറാൻ ഔദ്യോഗികമായിട്ടുള്ള ഒരു മറുപടി പാകിസ്ഥാനെ അറിയിച്ചിട്ടില്ല. അത് നീളുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം കുറെ കൂടി പ്രകോപനപരമായിട്ടുള്ള കുറെ കൂടി ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് ഇറാൻ നേതൃത്വം, സൈനിക രാഷ്ട്രീയ നേതൃത്വം ഒരുപോലെ എത്തിച്ചേരുന്നത്. വിനീഷ. ശരി നാസർ.